കർത്താവ് പറയും, എനിക്കിഷ്ടമുള്ള നോമ്പോ അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, ന്യായമല്ലാതെ ചെയ്യുന്നതെല്ലാം അഴിക്കണം, യുഗത്തിന്റെ അമിക്കരുകൾ എറിഞ്ഞു കളയുക, ഇതൊക്കെ നമ്മൾ ചെയ്യണമെന്ന്. എന്നിട്ട് പറയുക, ഇതെല്ലാം രക്തബന്ധങ്ങളായവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുക. സോ ഇംഗ്ലീഷ് ബൈബിൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. അവിടെ എഴുതിയിരിക്കുന്നത്, ഡു നോട്ട് ഹൈഡ് യുവർ സെൽഫ് ഫ്രം യുവർ ഓൺ ഫാമിലി, ഫ്രം യുവർ ഓൺ ബ്ലഡ് എന്ന. പിന്നെ ഏറ്റവും കൂടുതൽ പകയുള്ളത് രക്തബന്ധങ്ങളോടാ, മാതാപിതാക്കളോടാ, സഹോദരങ്ങളോടാ. കർത്താവ് പറയും, ഇതൊക്കെ വെച്ചിട്ട് ദൈവസന്നിധി വന്നിരുന്ന് ഉപവസിക്കുന്ന ഉപവാസ ദൈവം വിളിക്കുന്ന പട്ടിണി. പിന്നെ സിസ്റ്റർ, അപ്പൊ എന്റെ പ്രാർത്ഥനയ്ക്കൊക്കെ മറുപടി കിട്ടിയതോ? ഞാനിത് ദൈവത്തോട് ചോദിച്ച കാര്യമാണ്. അപ്പൊ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ദുഷ്ടനും നീതിമാനും ഒരുപോലെ മഴ കൊടുക്കും. അതുകൊണ്ട് ഞാൻ നിർത്തുക ഭാഗം. ദൈവത്തിൽ നിന്ന് മറുപടി കിട്ടുന്നത് വിശുദ്ധിയുടെ ലക്ഷണമായി കാണല്ലേ കേട്ടോ. മറുപടി കിട്ടുന്നതും സ്വർഗത്തിൽ പോകുന്നതും രണ്ടും രണ്ടാ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ബുദ്ധിയുള്ള 5 പേര്, ബുദ്ധിയില്ലാത്ത 5 പേർ. അവർ പാപം ചെയ്ത്, നമ്മൾ പറഞ്ഞ കന്യകമാരെന്നാ പറഞ്ഞിരിക്കുന്നത്. അവർ പാപമൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ അവർക്ക് പറ്റിപ്പോയെന്നറിയോ? കിട്ടിയ സമയം, വെടിപ്പാക്കാൻ തന്ന സമയം, വാണിങ്ങുകൾ. ഓ കർത്താവിന് നമ്മുടെ അവസ്ഥ അറിയാം, ഇനി സമയം ഉണ്ടെന്നേ. ഓ കർത്താവിന് നമ്മുടെ അവസ്ഥ അറിയാം. മറ്റേ 5 പേര് ബുദ്ധി ഉണ്ടെന്ന് എന്താ വിളിച്ചെന്നറിയോ? അവർക്ക് വ്യവസ്ഥ അറിയാം. അതാണ് അതിന്റെ സത്യം. വ്യവസ്ഥ അറിഞ്ഞ് നിന്ന 5 പേരെ ദൈവം വിളിക്കുന്ന ബുദ്ധിയുള്ളവർ. വ്യവസ്ഥയല്ല, അവസ്ഥ പറഞ്ഞ് നടന്നവരെ വിളിച്ചത് ബുദ്ധിയില്ലാത്തവർ. അവര് ദൈവത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കുക. എന്റെ അവസ്ഥ, ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് എന്ന് പറയും, എന്റെ സാഹചര്യം. പക്ഷെ ഈ സാഹചര്യവും ഈ അവസ്ഥയൊന്നും മറ്റു കാര്യങ്ങളിലൊന്നും ബാധകമല്ല. ഒൺലി ഓൺ ദ സ്പിരിച്വൽ ലൈഫ്. ആത്മിക മണ്ഡലത്തിൽ മാത്രമേ അവസ്ഥയുള്ളൂ, ബാക്കി എല്ലാ കാര്യവും ഓടി നടന്നു ചെയ്യും. മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ദൈവാത്മാ എന്നോട് പറഞ്ഞോണ്ട് ഞാൻ പറയാം. എത്ര വയ്യെങ്കിലും കല്യാണം വന്നാ പോവും, എത്ര വയ്യെങ്കിലും ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ഒരുങ്ങി പോവും. പക്ഷെ ഒരു പനിക്കോള് സൈഡിൽ കൂടെ പോകുമ്പോൾ പറയും, ഒന്നും ആരാധനയ്ക്കില്ല കേട്ടോ. മനസ്സിലായോ? പക്ഷെ മാസ്ക് വെച്ചാണെങ്കിലും കല്യാണത്തിന് പോകും. ഇതൊക്കെ ഓർക്കണം. ദൈവസന്നിധിയിൽ നമ്മൾ കാണിക്കുന്ന ഓരോന്നും, ഇതിനൊക്കെ വിളിക്കുന്ന കർത്താവ് വിളിക്കുന്നവരെ കപടഭക്തി. യഥാർത്ഥ സ്നേഹം ഉള്ളിലുണ്ടോ എന്ന് കർത്താവിന് അതാ പറയുക, അന്തർഭാഗത്തിലെ സത്യം ഇച്ഛിക്കുന്ന ദൈവം എന്ന് പറയുക. ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. പിശാചിൻ്റെതായത് എന്തെങ്കിലും നമ്മുടെ വീടിനകത്ത്, നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ ഒറ്റ മാർഗ്ഗേ ഉള്ളൂ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 18 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്തുണ്ട് ഇരുളിന്റെ പ്രവൃത്തിയുടെ ഫലം എന്തൊക്കെയാണ്. അത് എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ ഓർത്തോ, പിശാച് ആണിയടിച്ചു വെച്ചേക്കുക, ബാക്കിയെല്ലാം ആഡ് ഓൺ ചെയ്യും. ആകയാൽ ഈ ദിവസങ്ങളിൽ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഒരുങ്ങുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ദൈവത്തിന് കീഴടങ്ങുകയും പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെല്ലുവാൻ നമ്മുടെ കൈകളെ വെടിപ്പാക്കാം, നമ്മുടെ ഇരു മനസ്സുകളെ മാറ്റി